അനിലെ, മമ്മൂട്ടി അവിടെ എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി ടൗൺ ഹാളിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രീൻ റൂം കടന്ന് ടൗൺ ഹാളിലേക്ക് മമ്മൂട്ടി ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. കണ്ടനാട്ടെ വീട്ടിലും മമ്മൂട്ടി എത്തിയിരുന്നു. അവിടെ ചെന്ന് വിനീതിനെയും ധ്യാനിനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയെയും എല്ലാം ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു മമ്മൂട്ടി മടങ്ങിയിരുന്നത്. ഇപ്പോൾ മമ്മൂട്ടി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ അവസാന യാത്രയിൽ എറണാകുളം ടൗൺ ഹാളിൽ അവർ ഒരുമിച്ച് ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും, ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടാകും ആ ടൗൺ ഹാളിലും ആ പരിസരങ്ങളിലുമെല്ലാം. മമ്മൂട്ടി ടൗൺ ഹാളിലേക്ക്, ചരിത്രമുറങ്ങുന്ന ടൗൺ ഹാളിലേക്ക്, ചരിത്രമായി മാറുന്ന ശ്രീനിവാസനെ യാത്ര അയക്കുന്നതിന് വേണ്ടി മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. മമ്മൂട്ടി അവിടെ ശ്രീനിവാസനൊപ്പം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹത്തിനൊപ്പം, കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരിക്കുന്നു. മമ്മൂട്ടി ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. ശ്രീനിവാസൻ മമ്മൂട്ടിയുടെയും കുടുംബത്തിലെ അംഗമാണ്. മലയാള സിനിമ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ വലിയ വടവൃക്ഷമായിരുന്ന രണ്ടാളുകൾ, അതിലൊരാളിപ്പോൾ വിട്ടുപോവുകയാണ്. ഒരുപാട് ഓർമ്മകളുടെ കടലിരമ്പം മമ്മൂട്ടിയുടെയും മറ്റെല്ലാവരുടെയും മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകും. കാരണം അത്രയേറെ മറ്റുള്ളവരുടെ ജീവിതത്തെ ഉത്തേജിപ്പിച്ച, പ്രചോദിപ്പിച്ച, മുന്നോട്ട് നയിച്ച, മാർഗമുണ്ടാക്കിയ ഒരു മനുഷ്യനായിരുന്നു. പ്രതിസന്ധി കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളാണ്. മലയാള സിനിമയുടെ നിലവാര തകർച്ച എന്ന് പറഞ്ഞ് വിമർശകരെല്ലാം, നിരൂപകരും നിരീക്ഷകരും വലിയ വിമർശനം ഉന്നയിച്ച കാലഘട്ടത്തിൽ ശ്രീനിവാസൻ എഴുത്തിലൂടെ മറുപടി പറഞ്ഞു. മലയാളിയുടെ പരിസരത്തുള്ള, മലയാളിയുടെ മാത്രമല്ല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലുള്ള കാര്യങ്ങളെ ഏതു മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ അദ്ദേഹം ലളിതമായി എഴുതി. അതിഭാവുകത്വമോ അതിശയോക്തിയോ അതീന്ദ്രിയജ്ഞാനമോ ഒന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിക്കുകയും ചെയ്തു. അനിൽ ജോർജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനിൽ, മമ്മൂട്ടി അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം സത്യൻ അന്തിക്കാടിൻ്റെ ഒപ്പം, അദ്ദേഹത്തിൻ്റെ ശ്രീനിവാസൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം അവിടെ ഇരിക്കുകയാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒന്ന് സന്ദർശിച്ച് മടങ്ങേണ്ട ഇടമല്ല അത്. ഉറപ്പായും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെ നേരം അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല, അല്ലേ?